ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് തന്നെ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു പ്രോഡക്റ്റിൻ്റെ ഒരു റിവ്യൂ ആണ് പറയുന്നത്. അതായത് മുന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ 1 മന്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ അതിൻ്റെ റിവ്യൂ ഇടാന്ന്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഭയങ്കര ഫേമസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന കുങ്കുമാതി ലേപം, കുങ്കുമാതി തൈലമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഞാൻ വാങ്ങിയത് കുങ്കുമാതി ലേപമാണ് കേട്ടോ. അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഞാൻ 1 മന്ത് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഉണ്ടായ ഒരു റിസൾട്ട് എന്താണ്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ റിസൾട്ട് ഒന്നും ഇല്ലേ, അതൊക്കെയാണ് പറയാൻ പോകുന്നത്. മാത്രമല്ല എൻ്റെ ഭയങ്കര ഓയിലി ആയിട്ടുള്ള ആക്നെ പ്രോൺ ആയിട്ടുള്ള ഒരു സ്കിന്നാണ്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ട് എന്താണ് എനിക്ക് സംഭവിച്ചത് എന്നത് നമുക്ക് വീഡിയോയിലൂടെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്കിലേ ഞാൻ തുടർന്നിടുന്ന വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ അവരെ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ. അതേപോലെ തന്നെ എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ഉറപ്പായിട്ടും കമൻസിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കുങ്കുമാതി ലേബാണ് എടുത്തിരിക്കുന്നത്. ഇത് പല ബ്രാൻഡിൻ്റെ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത്തിരി ഫേമസ് ആയിട്ടുള്ള ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ പ്രത്യേകിച്ച് ബ്രാൻഡോ കാര്യങ്ങളോ ഒന്നും പറയണില്ല. എല്ലാം ഓൾമോസ്റ്റ് കണ്ടന്റ് ഒക്കെ സെയിം തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ കുങ്കുമാതി ലേപം എന്ന് പറയുന്നതും കുങ്കുമാതി തൈലം എന്ന് പറയുന്നതും, തൈലം എന്ന് പറയുന്ന ഒരു ബോട്ടിലാണ് കിട്ടുന്നത്. ഏകദേശം 500-600 രൂപയ്ക്കുള്ളിലാണ് അതിൻ്റെ ഒരു റേറ്റ് വരെ. അത് ഇത്തിരി കൂടെ ഒന്ന് കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. ഒരു 2-3 തുള്ളിയൊക്കെയാണ് നമ്മുടെ മുഖത്ത് തേക്കേണ്ടത് കേട്ടോ. അപ്പോൾ കുങ്കുമാതി ലേപം എന്ന് പറയുന്നത് ഒരു ക്രീമാണ്. പക്ഷേ ഇത് കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുള്ള ഒരു ക്രീമാണ് കേട്ടോ. ഇതിന് ഭയങ്കര റേറ്റ് കുറവാണ്. ഒരു 80-85 രൂപയോ അത്ര എങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ. ആ ഒരു റേറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ കുങ്കുമാതി തൈലവും ലേപവും ഒക്കെ നമ്മൾ യൂസ് ചെയ്യണം നമ്മുടെ മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകൾ, പിഗ്മെൻറ്റേഷൻ ഒക്കെ പോകാനും മുഖമൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാനും ഒരു കളറൊക്കെ വരുമെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. ഈ ഒരു കുങ്കുമാതി തൈലവും ലേപവും ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടെ റിസൾട്ട് കൂടുതൽ കുങ്കുമാതി തൈലം തന്നെയാണ്. പക്ഷേ ആക്നെ ആയിട്ടുള്ള ഓയിലി പ്രോൺ ആയിട്ടൊക്കെയുള്ള സ്കിൻ ആണെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് നോക്കിയിട്ട് മാത്രം യൂസ് ചെയ്യുക. കാരണം ഇത് ഹൈലി നമ്മൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ആണെങ്കിൽ, കാരണം ചിലർക്ക് ഇതിൽ കണ്ടന്റുകൾ കുരു വരാൻ സാധ്യതയുണ്ട്. അപ്പം ഏറ്റവും കൂടുതലും എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലത് ഡ്രൈ സ്കിന്നിനാണ്. പിന്നെ ഓയിലി സ്കിന്ന് യൂസ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെതായ ഒരു രീതിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ആദ്യം ഞാൻ ഇതിൻ്റെ തൈലത്തെക്കുറിച്ചൊന്ന് ജസ്റ്റ് പറയാം കേട്ടോ. തൈലം എന്ന് പറയുന്നത് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആണ്. നമ്മളത് യൂസ് ചെയ്യുന്നത് ഒരു 2-3 തുള്ളി കയ്യിലെടുത്തിട്ട് മുഖത്ത് തേക്കുക. നിങ്ങളുടെ ഒരു ഓയിലി ആക്നെ പ്രോൺ സ്കിന്നൊക്കെ ആണെങ്കിൽ ഒരു 1/2 മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് കഴുകിക്കളയാം. ഇനി അതല്ലെങ്കിൽ നമ്മൾ ഈ മസാജിങ് ഓയിലൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ, ഫേസ് മസാജ് ഒക്കെ ചെയ്യാനായിട്ട്. പിന്നെ ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു 2-3 തുള്ളി എടുത്ത് മുഖത്തിട്ട് തന്നെ അത് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ തന്നെ കിടന്നാലും നിങ്ങൾക്ക് പിമ്പിൾസ് ഒന്നും വരത്തില്ല. മാത്രമല്ല ഡ്രൈ സ്കിന്നിനെ മാറ്റുകയും ചെയ്യും. അപ്പോൾ ഇവർ ഇതിൽ ക്ലെയിം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കൊന്ന് ഇതിലെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കട്ടെ ഞാൻ. അപ്പോൾ ഇതിൽ കണ്ടന്റ് എഴുതിയിരിക്കുന്ന മൊത്തവും അവരുടെ ആ സംസ്കൃതം, ആ ഒരു സയൻറ്റിഫിക് നെയിംസിലാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. ആകെ എനിക്ക് മനസ്സിലായത് കുങ്കുമവും പിന്നെ കർപ്പൂരവും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ബാക്കി എന്തൊക്കെയോ ഇതിൽ ചേരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു കർപ്പൂരത്തിൻ്റെയും കുങ്കുമത്തിൻ്റെയും മണമൊക്കെയാണ് കേട്ടോ വരുന്നത്. ഒരു റെഡ് കളറാണ്. ഞാൻ കാണിച്ചു തരാം. ഒരു റെഡ് കളറിലുള്ള തിക്കായിട്ടുള്ള ക്രീമാണ് കേട്ടോ ഇത്. കണ്ടോ, ആ ഒരു റെഡ് കളറിൽ ഭയങ്കര തിക്കായിട്ടുള്ള ഒരു ക്രീമാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇങ്ങനെയാണ് ഈ ഒരു ക്രീം ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്രീം എനിക്കിതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. കുറേ പേര് എൻ്റെ മണം ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കെൻ്റെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മണം. ഇതൊരു ആയുർവേദിക് ആയിട്ടുള്ളൊരു മണമാണ്. ആ കർപ്പൂരത്തിൻ്റെ ആ ഒരു കുത്തലൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഭയങ്കര തിക്കായിട്ടുള്ളൊരു ക്രീമാണ്. അതേ കണ്ടില്ലേ, ഭയങ്കര തിക്കാണ്, ഭയങ്കര ഓയിലി ആയിട്ടാണ് കേട്ടോ ഇത് ഇരിക്കുന്നത് നമ്മളിത് ഇട്ട് കഴിയുമ്പോൾ. അപ്പോൾ ഇത് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഞാനിത് എങ്ങനെയാണ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ വൈകിട്ട് ഒരു 1/2 മണിക്കൂറാണ് കേട്ടോ ഇതിൻ്റെ മുഖത്തിട്ട് വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കഴുകിക്കളയാറാണ് പതിവ്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ബെസ്റ്റ് റിസൾട്ട് കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് റോസ് വാട്ടർ എടുത്ത് മുഖത്തൊന്ന് സ്പ്രേ ചെയ്യുക. എന്നിട്ട് ആ ഒരു നനവോട് കൂടി തന്നെ
ഈ ഒരു ക്രീം ഞാൻ മുഖത്ത് മാത്രമാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഞാൻ കഴുകി കളയും. സാധാരണ ആയുർവേദ ക്രീമും കാര്യങ്ങളും ഒക്കെ നമ്മൾ കഴുകുവാണെങ്കിൽ വെള്ളം യൂസ് ചെയ്തിട്ടോ പയറുപൊടിയൊക്കെ യൂസ് ചെയ്തിട്ടോ കഴുകിയാലാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുക എന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾക്കറിയാം എൻ്റെ ഒരു ഭയങ്കരമായിട്ട് കുരു വരുന്ന സ്കിന്നാണ്, നിറയെ കുരുകൾ വരാറുമുണ്ട്. അപ്പോൾ എനിക്കിത് വെറുതെ വെള്ളത്തിൽ കഴുകിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് കടലമാവിലൊന്നും കഴുകിയിട്ട് എനിക്കിത് പോകുന്നില്ല. അങ്ങനെ തന്നെ എൻ്റെ സ്കിന്നിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാനിത് കഴുകാൻ നേരത്ത് മൈൽഡായിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്ത് തന്നെയാണ് കേട്ടോ ഞാനിത് കഴുകിക്കളഞ്ഞത്. അത്രയും നേരം ഞാൻ വെക്കാറുള്ളൂ, അതിൽ കൂടുതൽ ഞാൻ വെക്കാറില്ല. പിന്നെ നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുകയാണെങ്കിലും ഒരു ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിന്നാണെങ്കിലും നിങ്ങൾ ഒരു അരമണിക്കൂർ മാത്രം വെച്ചാൽ മതി. ഇതിൻ്റെ ബെനിഫിറ്റ് ഓൾറെഡി നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നനവുള്ള ഒരു സ്കിന്നിൽ യൂസ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് ശരിക്കും കിട്ടുന്നത് എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അല്ല നിങ്ങൾക്ക് വെറുതെ ഫേസിൽ അപ്ലൈ ചെയ്യാനാണെങ്കിലും ചെയ്യാം. പിന്നെ ഇത് നമുക്ക് പുറത്ത് പോകുമ്പം ഇട്ടിട്ട് പോകുന്ന ഒരു ഫേസ് ക്രീമായിട്ട് നിങ്ങളിത് യൂസ് ചെയ്യരുത് കേട്ടോ. അങ്ങനെ ഒരു കൺസിസ്റ്റൻസി അല്ല ഇതിനുള്ളത്. നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്രീമാണ്. നിങ്ങൾക്ക് ഓൾറെഡി ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ബെസ്റ്റാണ് ഈ ഒരു ക്രീം. നിങ്ങൾക്ക് അതേപോലെ ആക്നെ വന്നിട്ടുള്ള പിമ്പിൾ ഉണ്ടെങ്കിൽ അത്ര ഞാൻ സജസ്റ്റ് ചെയ്യില്ല. പിമ്പിൾ വന്നിട്ട് അതിൻ്റേതായ പാടുകൾ, കഴുത്തിൽ കറുപ്പൊക്കെ ഇല്ലേ, കഴുത്തിൽ കറുപ്പൊക്കെ പോകാൻ ഇത് നല്ലതാണ് കേട്ടോ. അപ്പോൾ കഴുത്തിൽ കറുപ്പ്, മുഖത്ത് ഈ കുരു വന്ന് പോയ പാടുകൾ, അതേപോലെ ചുണ്ടിൻ്റെ സൈഡിൽ പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഒരു അരമണിക്കൂർ, ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങളിതൊരു അരമണിക്കൂർ ഇട്ടിട്ട് കഴുകിക്കളയുക കേട്ടോ. ഇനിയിപ്പോൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇതൊരു 1, 2, 3 മണിക്കൂർ വരെയൊക്കെ ഇത് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നും ഇല്ലാത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു യൂസേജ് ഉള്ളത്. എനിക്ക് ഇതിൽ വന്നിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു സ്കിൻ വൈറ്റനിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മേ ബി ഞാനത് ഒരു അരമണിക്കൂർ മാത്രം വെച്ചുകൊണ്ടായിരിക്കാം. ഇനി ലോങ് ടേം ആയുർവേദിക്കല്ലേ, ലോങ് ടേം യൂസ് ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ റിസൾട്ട് വരിക. പക്ഷേ എനിക്ക് പാടുകളും മങ്ങിയതായിട്ട് ഒരു മാസത്തിനിടയിൽ തോന്നിയിട്ടുണ്ട്. പിന്നെ എൻ്റെ കഴുത്തിൽ ചെറിയ രീതിയിൽ കറുപ്പുകൾ വരുന്നുണ്ടായിരുന്നു, അതും ചെറിയ രീതിയിൽ കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കണ്ണിനടിയിലെ കറുപ്പിന് ചെറിയൊരു വ്യത്യാസവും തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഫേസ് ഒരു സോഫ്റ്റ് ആയ പോലൊന്നും എനിക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ എന്തോ ഇതിട്ടിട്ട് നമ്മൾ കഴുകുമ്പോൾ ഒന്ന് ആ ടെക്സ്റ്റേർഡിന് ചെറിയൊരു മാറ്റം വന്നിട്ട് ബ്രൈറ്റ്നസ് ആയി എന്നല്ല, എങ്കിലും കുറച്ചും കൂടെ സ്കിന്നിൻ്റെ ടെക്സ്റ്റർ ഇച്ചിരി നല്ലതായ ഒരു ഫീൽ എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിഗ്മെൻറ്റേഷൻ ഒക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ ഈ ഒരു ക്രീം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് യൂസ് ചെയ്ത് നോക്കുക. പിന്നെ ഇതൊക്കെ ആയുർവേദമാണ്, ആയുർവേദിക് ക്രീംസ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 2 മാസമൊക്കെ യൂസ് ചെയ്യുമ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു റിസൾട്ട് അധികവും കൂടുതലായിട്ട് അറിയാനൊക്കെ പറ്റും. കാരണം ഇതൊക്കെ അധികം കെമിക്കലൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ലോങ് ടേമിലായിരിക്കും നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ വേണം യൂസ് ചെയ്യാനായിട്ട്. ഓവർനൈറ്റ് വെക്കാമോ എന്ന് ചോദിച്ചാൽ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ ഓവർനൈറ്റ് ഇട്ടിട്ട് കിടക്കാമായിരിക്കാം. എനിക്ക് അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് അറിയില്ല കേട്ടോ. കാരണം ഞാനിത് സജസ്റ്റ് ചെയ്യില്ല, കാരണം ഭയങ്കര ഓയിലിയാണ്. ഇതേ കണ്ടില്ലേ, ഓയിൽ വാരി തേച്ചണക്കാണ് ഇത് ഇരിക്കുന്നത്. നൈറ്റ് ഇട്ടിട്ട് കിടക്കാനൊന്നും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. നിങ്ങൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഒരു 3-4 മണിക്കൂർ വെച്ചിട്ട് കഴുകിക്കളയുക. ഇനിയിപ്പം ഓയിലി സ്കിൻ ആണെങ്കിൽ ഒരു അരമണിക്കൂർ കൂടുതൽ വെക്കാനേ പാടില്ല കേട്ടോ. പക്ഷേ പിമ്പിളൊന്നും ഇത് യൂസ് ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് പിമ്പിളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇതിൻ്റെ തൈലം യൂസ് ചെയ്തിട്ട് കുറേ പേർക്ക് പിമ്പിൾസ് വന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. 2 to 3 ഡ്രോപ്സ് ഒക്കെ യൂസ് ചെയ്താൽ മേ ബി അത് വരത്തില്ലായിരിക്കും. എനിക്കത് ട്രൈ ചെയ്യണമെന്നുണ്ട്. പിന്നെ എനിക്ക് പിമ്പിളൊക്കെ ഉള്ളതുണ്ട്. പിന്നെ ഇത്രയും റേറ്റ് ഒരു 500 എങ്ങാണ്ടാണ് എൻ്റെ റേറ്റ്. യൂസ് ചെയ്ത് പണി കിട്ടി കഴിഞ്ഞാൽ പിന്നെ അത് വെറുതെ ആയി പോകുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വാങ്ങാതിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കിയാൽ എനിക്ക് തോന്നുന്നു ഇത് കോട്ടയ്ക്കൽ സീതാറാമൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. എല്ലാ ആയുർവേദ ഷോപ്പുകളിലും, നമ്മുടെ നോർമൽ ഷോപ്പുകളിൽ ഈ ആയുർവേദിക് പ്രോഡക്ട്സ് കിട്ടൂലേ, അവിടെയൊക്കെ ഇത് കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഏത് ബ്രാൻഡായാലും വേണ്ടിയില്ല. ഇത് ഇംസെന്നോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. അതിൻ്റെയാണ് കേട്ടോ, അവരുടെ ആ ഒരു ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ആണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നല്ലൊരു പ്രോഡക്റ്റാണ്. കാരണം നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്റ്റേർഡിനൊക്കെ ഒരു മാറ്റം വരുന്നുണ്ടെന്ന് പറയുകയാണെങ്കിൽ അത്രയും നല്ലതാണല്ലോ. അത് പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിലും മാറ്റം വരുന്നു. കഴുത്തിനടിയിൽ കറുപ്പുള്ളവർ ഉറപ്പായിട്ടും ഇത് യൂസ് ചെയ്ത്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ കൈമുട്ടിനടിയിലൊക്കെ കറുപ്പുണ്ടല്ലോ, അപ്പോൾ അതും ഇത് നല്ലൊരു എഫക്റ്റീവ് ആയിരിക്കും കേട്ടോ. അപ്പോൾ കൈമുട്ടിനടിയിലൊക്കെ കറുപ്പുണ്ടെങ്കിൽ ഓവർനൈറ്റ് വെക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതാണോ എന്ന് ചോദിച്ചാൽ ഇതല്ല കേട്ടോ, ഇതിലും ബെറ്റർ ആയിട്ടുള്ളത് വേറെ ഈ കൈമുട്ടിലെ കറുപ്പ് പോകാനൊക്കെ ഉള്ളതായിട്ടുള്ളത് ഉണ്ട് കേട്ടോ. അപ്പം ഇത് വേണ്ടവർ വാങ്ങി ഒന്ന് യൂസ് ചെയ്ത് നോക്കുക, നല്ലതാണ് കേട്ടോ. മേ ബി ഇതിനെക്കുറിച്ച് നിറയെ പേര് നല്ലത് പറയാറുണ്ട്, ഒരുപാട് റിസൾട്ട് കിട്ടിയെന്നൊക്കെ പറയാറുണ്ട്. മേ ബി ഇനി തുടർന്ന് യൂസ് ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ ആ ഒരു റിസൾട്ട് വരുന്നത്. എന്തായാലും ഒരു അരമണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂട്ടില്ല, ഞാൻ ഇനി ഇത് യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വലിയൊരു മഴ വരുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ, ഇല്ലെങ്കിൽ മഴയായിട്ട് കുളമായി പോകും. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും പ്രോഡക്റ്റിൻ്റെ റിവ്യൂ കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാനത് യൂസ് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആയുർവേദം മാത്രമല്ല, ഏത് ടൈപ്പ് പ്രോഡക്റ്റ് ആയാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി കേട്ടോ. ഞാനത് യൂസ് ചെയ്തിട്ട് റിപ്ലൈ തരാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. നിങ്ങളുടെ അവിടേക്ക് മഴയാണോ? ഇപ്പം ചൂടാണെങ്കിലും ഇടയ്ക്ക് ഈ മഴ പെയ്യുമ്പോൾ നല്ലൊരു ആശ്വാസം വരുന്നുണ്ട്. നിങ്ങളുടെ അവിടെയൊക്കെ മഴ ഉണ്ടോ ഇല്ലെന്നൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. ഞങ്ങളുടെ ഈ കൊല്ലത്തൊക്കെ അധികം അങ്ങോട്ട് മഴ പെയ്യാൻ തുടങ്ങില്ല, പക്ഷേ വയനാടൊക്കെ കോഴിക്കോടൊക്കെ ഭയങ്കര മഴയാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ കാണാവേ. അതുവരെയും ബൈ.